നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ പരിഷ്കാരങ്ങളൊന്നും വേണ്ട എന്നും സകലതും മാറ്റിയ ഗണേഷ് കുമാറിന്റെ പുതിയ നടപടികൾ പുറത്തുവരികയാണ്. KSRTC മേധാവി സ്ഥാനത്ത് നിന്ന് ബിജു പ്രഭാകരനെ നീക്കിയേക്കും എന്ന വാർത്ത ശക്തിപ്പെടുമ്പോഴാണ് ഈ മാറ്റത്തിന്റെ കൂടി വാർത്ത വരുന്നത്. തന്റെ നിലപാടുമായി ഒത്തുപോകുന്ന CMDയെ വേണമെന്ന് മന്ത്രി ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നാണ് സൂചന. ഗതാഗത സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബിജുവിനെ ഉടൻ മാറ്റാനിടയില്ല എന്നതും മറ്റൊരു വാസ്തവം. ഈ ബസ് നഷ്ടമാണ് എന്ന് അധികാരമേറ്റ ഉടൻ ഗണേഷ് കുമാർ വാദിച്ചിരുന്നു. മന്ത്രിയുടെ വാദം തെറ്റെന്ന് തെളിയുന്ന റിപ്പോർട്ടാണ് KSRTCയുടേതായി പുറത്തുവന്നത്. ഇത് ഗണേഷ് കുമാറിനെ ചൊടിപ്പിച്ചിരുന്നു. ഗണേഷ് കുമാർ ചുമതലയേറ്റതിന് പിന്നാലെ നടത്തിയ ചർച്ചയിൽ KSRTC MD സ്ഥാനം ഒഴിയാൻ ബിജു പ്രഭാകർ സന്നദ്ധ അറിയിച്ചിരുന്നു. MD സ്ഥാനം ഏപ്രിലിൽ ജോയിന്റ് MD പ്രമോദ് ശങ്കറിന് നൽകണമെന്നും താൻ ചെയർമാനായി തുടരാമെന്നുമാണ് ബിജു പ്രഭാകർ അഭിപ്രായപ്പെട്ടത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ CMD സ്ഥാനത്ത് നിന്ന് മാറാനുള്ള സന്നദ്ധ ബിജു പ്രഭാകർ ചീഫ് സെക്രട്ടറിയെ അറിയിച്ചിരുന്നു. അന്ന് മന്ത്രി ആന്റണി രാജുവാണ് പിന്തിരിപ്പിച്ചത്. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും പ്രതിദിന വരുമാനം 9 കോടി പിന്നിട്ടിരുന്നു. ആന്റണി രാജു നടപ്പിലാക്കിയ പരിഷ്കരണങ്ങളിലെല്ലാം മാറ്റം നിർദ്ദേശിച്ചിരിക്കുകയാണ് ഗണേഷ് കുമാർ. ഈ ബസ്സിന് പുറമെ 2.5 വർഷത്തിനിടെ നടപ്പാക്കിയ ഷെഡ്യൂൾ, ഡ്യൂട്ടി, സ്പെയർ വാങ്ങൽ, ഓൺലൈൻ പരിഷ്കരണങ്ങളിലെല്ലാം മാറ്റം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ബസിന്റെ കാര്യത്തിൽ മന്ത്രിയെ CPM തിരുത്തിയെങ്കിലും സ്മാർട്ട് സിറ്റി, കിഫ്ബി, PME സേവ എന്നിവയിലെ ഈ ബസ്സുകൾ വാങ്ങുന്ന കാര്യത്തിൽ തീരുമാനം ആയിട്ടില്ല. ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് ബിജു പ്രഭാകർ തിരിച്ചെത്തിയത്. തലപ്പത്ത് KASകാർ വരുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. KSRTCയിൽ ഈയിടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായി നിയമിച്ച 4 KASകാരിൽ ഒരാളെ MD സ്ഥാനത്ത് എത്തിക്കാനും അണിയറ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ബിജു പ്രഭാകറിന്റെ നിർദ്ദേശം പരിഗണിച്ചാണ് 4 KASകാരെ നിയോഗിച്ചത്. ഇതേ KASകാരെ തന്നെ ബിജു പ്രഭാകറിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുമോ അടക്കമുള്ള കാര്യങ്ങളും അറിയേണ്ടതുണ്ട്. എന്തായാലും KB ഗണേഷ് കുമാറിന്റെ തീരുമാനം നിർണായകമാവുകയാണ്.